നമസ്കാരം. ദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിൽ മേൽ ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സന്ദീപ് ജി വാര്യർക്ക് ദേശാഭിമാനിയുടെ വക്കീൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. അതായത് ഈ ദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, ആ പ്രസ്താവനയിൽ മേലാണ് ഇപ്പോൾ സന്ദീപ് ജി വാര്യർക്ക് ദേശാഭിമാനിയിൽ നിന്ന് അങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മാപ്പ് പറയാൻ സൗകര്യമില്ല എന്ന് തന്നെയാണ് വേദിയിൽ പറഞ്ഞ ഓരോ വാക്കിലും താൻ അല്ലെങ്കിൽ വാക്കിലും വാചകത്തിലുമൊക്കെ ഉറച്ചു നിൽക്കുന്നുവെന്നും തന്നെയാണ് ഇപ്പോഴും ബി.ജെ.പിയുടെ വക്താവായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ സന്ദീപ് വാര്യർ പറയുന്നത്. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു കുറിപ്പ് അത് വൈറലായിരിക്കുകയാണ് ഇപ്പോൾ. ആ പ്രസ്താവന ഒരാഴ്ചയ്ക്കകം പിൻവലിച്ച് നിരുപാധികം മാപ്പ് പറയാത്ത പക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് വക്കീൽ നോട്ടീസിലുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ താൻ മാപ്പ് പറയുകയോ അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു പരിപാടിയില്ല. പറഞ്ഞതിൽ നിന്ന് ഒരു വരി പോലും പിൻവലിക്കില്ല എന്നുകൂടി സന്ദീപ് പറയുകയാണ്. അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കൂടെ തന്നെയാണ് ഇത്തരത്തിലൊരു കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇത് പങ്കുവച്ചിരിക്കുന്നത്. ദേശാഭിമാനിയുടെ നോട്ടീസിന് തൻ്റെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് മുഖാന്തരം ഉടനെ തന്നെ നിയമപരമായിട്ടുള്ള മറുപടി അയക്കുന്നതാണ് എന്നും നിയമവ്യവഹാരം അതിൻ്റെ മുറയ്ക്ക് തന്നെ നടക്കട്ടെ, അത് കോടതിയിൽ നടക്കട്ടെ എന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നത് എന്നും അദ്ദേഹം പറയുകയാണ്. ഈ മാതൃഭൂമിയുടെ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു വേദിയിലാണ് ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ടുവെന്ന വിഷയമാണ്. അദ്ദേഹം ദേശാഭിമാനി പത്രം ഉൾപ്പെടെ ആരംഭിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നുള്ളൊരു പരാമർശമാണ് ശ്രീ സന്ദീപ് ജി വാര്യർ അന്ന് നടത്തിയത്. സന്ദീപ് ജി വാര്യർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പ് എന്ന് പറയപ്പെടുന്നത് അതിങ്ങനെയാണ്: മാതൃഭൂമി ഫെസ്റ്റിവൽ വേദിയിൽ നടത്തിയ ദേശാഭിമാനി പത്രം ഉൾപ്പെടെ അതാരംഭിച്ചത് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് ലഭിച്ച അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാണ് എന്നാണ് അദ്ദേഹം അതിൽ പറഞ്ഞത് എന്ന തൻ്റെ പ്രസ്താവന ഒരാഴ്ചയ്ക്കകം പിൻവലിച്ചുകൊണ്ട് നിരുപാധികം മാപ്പ് പറയാത്ത പക്ഷം തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയാണ് എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ദേശാഭിമാനിയുടെ വക്കീൽ നോട്ടീസ് തനിക്കിന്ന് ലഭിക്കൂ എന്നും അത് താൻ കൈപ്പറ്റിയെന്നും ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ കെ.ജെ. തോമസിനു വേണ്ടി ഹൈക്കോടതിയിലെ തന്നെ അഭിഭാഷകനെന്ന് സ്വയം പരിചയപ്പെടുത്തിയ അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായർ അയച്ചിട്ടുള്ള പ്രസ്തുത ലീഗൽ നോട്ടീസിന് തൻ്റെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് മുഖാന്തരം ഉടൻ തന്നെ താൻ നിയമപരമായിട്ടുള്ള ഒരു മറുപടി അയക്കുന്നതാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. നിയമവ്യവഹാരം അതിൻ്റെ മുറയ്ക്ക് തന്നെ കോടതിയിൽ നടക്കുകയാണ് വേണ്ടത് എന്നും അതങ്ങനെ തന്നെ നടക്കട്ടെ എന്നും അതിനിടെ സന്ദീപ് വാര്യർ എന്ന തനിക്ക് വ്യക്തിപരമായി ഇപ്പോൾ പറയാവുന്ന ഒരൊറ്റ കാര്യം ഇത്രയുമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ദേശാഭിമാനിയോട് മാപ്പ് പറയാൻ തനിക്ക് സൗകര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കനകക്കുന്നിലെ വേദിയിൽ താൻ പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ താൻ പറഞ്ഞ ഓരോ വാക്കിലും വാചകത്തിലും താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പറഞ്ഞതൊക്കെ സത്യമാണ്, ആ സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകില്ല. അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമോ അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണമോ പോലും പിൻവലിക്കേണ്ടതുണ്ട് എന്ന് താൻ കരുതുന്നില്ല എന്നുകൂടിയാണ് സന്ദീപ് പറഞ്ഞത് അത്രയും പൂർണ്ണമായിട്ടും സത്യമാണ്, പൂർണ്ണ സത്യങ്ങളാണ് താൻ പറഞ്ഞത് എന്ന ഉത്തമ ബോധ്യം തനിക്കുണ്ട് എന്നും അത് തെളിയിക്കുവാനുള്ള ചരിത്രരേഖകൾ തൻ്റെ പക്കലുണ്ട് എന്നും അതുകൊണ്ട് ഒട്ടും വെച്ച് വൈകിപ്പിക്കാതെ ഉടനടി തന്നെ കേസ് കൊടുക്കുവാൻ താൻ തയ്യാറാണ് എന്നും താൻ ദേശാഭിമാനി മാനേജ്മെൻറ്റിനെ വെല്ലുവിളിക്കുകയാണ് എന്നുകൂടി സന്ദീപ് ജി വാര്യർ പറഞ്ഞു വെക്കുകയാണ്. കോടതിക്ക് മുന്നിൽ നിങ്ങളുടെ യഥാർത്ഥ ചരിത്രം അത് തെളിയിക്കുവാനും ഒപ്പം തന്നെ പൊതുസമൂഹത്തെ കൂടി അതൊന്ന് ബോധ്യപ്പെടുത്തുവാനും വേണ്ടി ഏറെക്കാലമായി കാത്തിരിക്കുകയാണ് താൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇതിലൊരു സത്യമുണ്ടല്ലോ, അതറിയണമല്ലോ. നോട്ടീസിൽ നിങ്ങൾ പ്രസ്താവിച്ച ദേശാഭിമാനിയുടെ വ്യാജ ചരിത്രത്തെയും ഒപ്പം തന്നെ അത് സ്ഥാപിച്ച EMS ഉൾപ്പെടെയുള്ള നേതാക്കളുടെ യഥാർത്ഥ ജീവിതത്തെയും ആ ജീവിതത്തെ പറ്റിയൊക്കെ കൃത്യമായ വസ്തുതകൾ ഞാൻ സമാഹരിച്ചിട്ടുണ്ട് എന്നും അതൊക്കെ പൊതു ചർച്ചയാക്കാൻ എനിക്കൊരവസരം ലഭിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം നിങ്ങളായി തന്നെ എനിക്കൊരുക്കി തന്നതിൽ സത്യസന്ധമായി പറഞ്ഞാൽ ഏറെയധികം സന്തുഷ്ടനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ കേസ് കൊടുക്കുവാനും ആ കേസുമായി മുന്നോട്ട് പോകുവാനും നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു എന്നുകൂടി സന്ദീപ് പറയുകയാണ്. നടപടി നോട്ടീസിൽ ഒതുക്കാതെ നിങ്ങൾ ശരിക്കും കേസ് കൊടുക്കണം. ആ കേസ് കൊടുത്തതിന് ശേഷം ആ കേസ് കൊടുക്കുമെന്ന് തന്നെയാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയുമ്പോൾ അതിനിടെ ഒരു മധ്യസ്ഥത്തിനും ഒത്തുതീർപ്പിനും
താൻ ഒരുക്കമല്ല എന്നുകൂടി ഇപ്പോളെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അറിയിക്കുകയാണ്. അതായത് അദ്ദേഹം പറയുന്നത് എത്രയേ ഉള്ളൂ, സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ മാപ്പ് പറയേണ്ട ആവശ്യമുണ്ടോ? മാപ്പ് പറയുകയും പോയിട്ട് ഖേദം പ്രകടിപ്പിക്കുക പോലും ഇല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. പറഞ്ഞതിൽ നിന്ന് ഒരു വരി പോലും താൻ മാറ്റി പറയുവാനും ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി. ഇതൊക്കെ കോടതിയിൽ വെച്ച് കാണാവുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു വെക്കാൻ തന്നെയാണ് അദ്ദേഹത്തിന് ആഗ്രഹവും. അങ്ങനെ ദേശാഭിമാനി ഉൾപ്പെടെ ഉള്ളവ സ്വാതന്ത്ര്യ സമരത്തിൽ ഒറ്റുകൊടുത്തതിൻ്റെ പേരിലാണ് എന്ന് പറയപ്പെടുന്ന ഒരു സത്യം സന്ദീപ് ജി വാര്യർ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ദേശാഭിമാനിയുടെ വക്കീൽ നോട്ടീസ് കൈപ്പറ്റേണ്ടി വന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടാവുകയും അത് സത്യം മാത്രമാണ് എന്നും ദേശാഭിമാനിയിൽ ഇന്നും എന്താണ് സംഭവിക്കുന്നത് എന്നും സത്യമാണോ അവർ എഴുതുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചിന്തനീയമാണ് എന്നുകൂടി പറയേണ്ടി വരും. എന്തായാലും സന്ദീപ് ജി വാര്യർക്ക് ലഭിച്ച നോട്ടീസ് അദ്ദേഹം കൈപ്പറ്റിയിരിക്കുന്നു. ദേശാഭിമാനിക്കെതിരെ യുദ്ധം തുടരാൻ സന്ദീപിന് സൗകര്യമാണ്. അദ്ദേഹം വളരെ കൃത്യമായി ദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന കോടതി വ്യവഹാരത്തിൽ ഏർപ്പെടാൻ അദ്ദേഹം തയ്യാറായിരിക്കുന്നു.